പരമാവധി പത്രങ്ങൾ, ഈ ബൂർഷ്വാ പത്രങ്ങൾ, ഈ വലതുപക്ഷ പത്രങ്ങൾ പണം കൊടുത്ത് വാങ്ങി വായിക്കാതിരിക്കുക. ഇപ്പൊ ഓൺലൈനിൽ നമുക്ക് ഏത് സമയത്തും ന്യൂസ് കിട്ടും. വെറുതെ 5 രൂപ 10 രൂപ കൊടുത്ത് ഈ പച്ചക്കള്ളം എന്തിനാണ് ഇങ്ങനെ വായിച്ചു തള്ളുന്നത്? പുസ്തകം വായിക്കൂ, ആ സമയം പുസ്തകം വായിക്കൂ. ഓൺലൈൻ നോക്കൂ നിങ്ങൾ. നമുക്ക് ഓരോ ന്യൂസും അതത് സമയത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ ചാനലുകൾ എന്തിന് കാണണം? ഈ അടിപിടി എന്തിന് നമ്മൾ കേൾക്കണം? അവിടത്തെ ഒക്കെ അവതാരകന്മാര് എഴുന്നള്ളിക്കുന്ന പച്ച നുണകൾ, അതിനൊക്കെ നമ്മൾ എന്തിന് ചെവി കൊടുക്കണം? അതൊക്കെ ഇല്ലാതാക്കിയാൽ തന്നെ എന്തൊരു സമാധാനവും സ്വസ്ഥതയും നമ്മളുടെ മനസ്സിനും നമ്മളുടെ വീട്ടിലും നമ്മളുടെ നാട്ടിലും ഉണ്ടാകും എന്ന് നിങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. തവനൂർ MLA KT ജലീൽ ഇവിടെ ഒരു ആഹ്വാനം നടത്തുകയാണ്. ആ ആഹ്വാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രേക്ഷകർ അല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭാവികൾ, പ്രവർത്തകർ, നിങ്ങൾ വെറുതെ ഒരു 10 രൂപ ഒരു ദിവസം ഒരു പത്രം മേടിക്കാൻ വേണ്ടി കളയരുത്. ബൂർഷാ മാധ്യമങ്ങളിൽ നിന്ന് അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. ബൂർഷാ വലതുപക്ഷ മാധ്യമങ്ങൾ മേടിക്കാൻ ഒരു 10 രൂപ കളയരുത്. നിങ്ങൾക്ക് വാർത്തകൾ വേണമെങ്കിൽ ഇപ്പോൾ ഓൺലൈനിൽ ലഭ്യമാണ്, ഒരു കാശും ചിലവില്ലാതെ. അത് വായിക്കുക. അതല്ലാതെ ബൂർഷാ വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തുന്ന മാധ്യമങ്ങളോ അല്ലെങ്കിൽ മാധ്യമങ്ങൾ നടത്തുന്ന ചർച്ചകളോ നിങ്ങൾ ബഹിഷ്കരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണമുണ്ടാകും. ഒരു തവണ പരീക്ഷ നോക്കാനാണ് ഇവിടെ ജലീൽ പറയുന്നത്. ജലീലിന്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ചാനലുകാരും പത്രക്കാരും അവരുടെ പത്രങ്ങളിലൂടെയും ചാനലുകളിലൂടെയും പറയുന്നത് അശേഷം നിങ്ങൾ വിശ്വസിക്കരുത്. അവരൊക്കെ പറയുന്നത് സത്യമായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിന്ന് പ്രസംഗിക്കുമായിരുന്നോ? തിഹാർ ജയിലിലോ കണ്ണൂർ സെൻട്രൽ ജയിലിലോ എപ്പോഴോ അടക്കപ്പെടുമായിരുന്നില്ലേ ഞാൻ? സ്വർണ്ണക്കടത്ത് നടത്തി, വിശുദ്ധ ഖുർആന്റെ മറവിൽ കടത്തി, എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് ചാനലുകാർ ഓരോ രാത്രിയും? ഓർമ്മയില്ലേ നിങ്ങൾക്ക്? നിങ്ങളുടെ മനസ്സിനെ കുറച്ച് വർഷങ്ങൾ പിന്നിലേക്കൊന്ന് കൊണ്ടുപോയി നോക്കൂ. ചാനലുകൾ മാറ്റി മാറ്റി നിങ്ങൾ വെക്കുമ്പോഴും എല്ലാ ചാനലുകളിലെയും ചർച്ച മന്ത്രി ജലീലിനെ എന്ന് അറസ്റ്റ് ചെയ്യും, നാളെ അറസ്റ്റ് ചെയ്യും, മറ്റന്നാൾ അറസ്റ്റ് ചെയ്യും, മറ്റന്നാൾ നടന്നില്ലെങ്കിൽ 4-ാം നാൾ ഉറപ്പ്. തിരുവനന്തപുരത്ത് നിന്ന് വിശുദ്ധ ഖുർആൻ കയറ്റിയ വണ്ടി തൃശ്ശൂരിലെത്തിയപ്പോൾ GPS കേടുവന്നു. പിന്നെ വണ്ടി എങ്ങോട്ട് പോയി എന്നറിയില്ല. മംഗലാപുരത്തേക്ക് പോയി എന്നാണ് സംശയിക്കുന്നത്. ബാംഗ്ലൂരിലേക്ക് പോയതായും ഞങ്ങളുടെ ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ തെമ്മാടിത്തം, എന്തൊക്കെ വിടുവായത്തം പറഞ്ഞു. 3 അന്വേഷണ ഏജൻസികൾ എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ വീടിനും ചുറ്റും പറന്നു, റാഗിപ്പറന്നു, പരുന്തുകൾ പറക്കുന്നത് പോലെ സൂക്ഷ്മ നിരീക്ഷണം നടത്തി. ബൈനോക്കുലർ വെച്ചവര് നോക്കി. ഒരു തരി സ്വർണം എന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചോ ഈ ആളുകൾക്ക്? 30 വർഷക്കാലത്തെ എന്റെ അക്കൗണ്ടുകൾ മുഴുവൻ പരിശോധിച്ച് കള്ളപ്പണം വല്ലതും എന്റെ അക്കൗണ്ടിലൂടെ കടന്നുപോയിട്ടുണ്ടോ, ടാക്സ് അടക്കാത്ത പണം വല്ലതും കടന്നുപോയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചില്ലേ? അങ്ങനെ ആരെങ്കിലും ഭാവിയിൽ പരിശോധിക്കും എന്ന് കരുതിയിരുന്നോ? നമ്മൾ ആരെങ്കിലും കരുതുമോ? 1 ലക്ഷം രൂപയെങ്കിലും ഗൾഫിൽ നിന്ന് നമ്മളുടെ അനുജന്മാരോ ബന്ധുക്കളോ നമ്മളുടെ അക്കൗണ്ടിലേക്ക് അയക്കുന്ന സ്ഥിതി ഉണ്ടാകുമായിരുന്നില്ലേ? ഏതൊരാളുടെ കേസിലാണെങ്കിലും അത് വെച്ച് പിടിക്കാൻ വേണ്ടി നോക്കിയില്ലേ? ടാക്സ് അടക്കാത്ത 1 രൂപ കണ്ടെത്താൻ കഴിഞ്ഞോ? ഈഡിക്ക്, കൊമ്പുള്ള ഈഡിക്ക്, NIA-ക്ക് പറ്റിയോ? എത്ര SDPI-യുടെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തു? അവരുടെ ധനവിനിയോഗവുമായി ബന്ധപ്പെട്ട കേസിൽ വ്യക്തമായ തെളിവുകൾ NIA-ക്ക് കിട്ടിയപ്പോ അതേ NIA തന്നെയല്ലേ എന്നെയും പിടികൂടിയത്? 2 മുഖ്യമന്ത്രിമാരെ ജയിലിലടച്ച ED, 2 മുഖ്യമന്ത്രിമാരെ സോറനെ ജയിലിലടച്ചില്ല. ഡൽഹി മുഖ്യമന്ത്രിയെ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലടച്ചില്ല. മുൻ ആഭ്യന്തരമന്ത്രി ചിദംബരത്തെ തൂക്കിയെടുത്ത് കൊണ്ടുപോയില്ലേ? എന്തേ ആ EDക്ക് KT ജലീൽ എന്ന് പറയുന്ന ഈ പുഴുവിനെ
എടുത്തു കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലേ, സാധിച്ചില്ലേ? എന്റെ ഒരു രോമത്തിൽ തൊടാൻ വേണ്ടി പറ്റിയോ? ഒരു നയ പൈസ എന്നെ കൊണ്ട് കെട്ടിക്കാൻ വേണ്ടി പറ്റിയോ? നികുതി അടപ്പിക്കാൻ വേണ്ടി പറ്റിയോ? ഇതാണ് കൂട്ടരെ ഈ നാട്ടിലെ പത്രങ്ങളും ചാനലുകളും പറയുന്നതിലെ സത്യസന്ധതയില്ലായ്മ. എന്തൊക്കെ ഇവര് പറഞ്ഞു. കശ്മീരിൽ പോയി ഞാനൊരു കുറിപ്പെഴുതിയതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയായിരുന്നു ഇവിടെ പത്രങ്ങൾ പറഞ്ഞത്. ഡൽഹി പോലീസ് അത് ചെയ്തു, ഇത് ചെയ്തു, പേടിച്ചോടി. എടോ, ഡൽഹിയിലെ ഹൈക്കോടതി അതുമായി ബന്ധപ്പെട്ട് കൊടുത്ത കേസ് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞത് ഈ നാട്ടിലെ പത്രങ്ങൾ നമ്മളോട് പറഞ്ഞോ? ഇല്ല കൂട്ടരെ, പറയില്ല. സഖാവ് പിണറായി വിജയനെതിരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ പച്ച നുണയാണ്. അതിലൊക്കെ സത്യത്തിന്റെ ഒരംശം ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ ജയിലിലാക്കി എന്ന് നോക്കിയാൽ പോരെ, ചോദിച്ചാൽ പോരെ? വസ്തുതയില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇവർക്ക് കമ്മ്യൂണിസ്റ്റുകാരന്റെ ദേഹത്ത് സ്പർശിക്കാൻ സാധിക്കാത്തത്. എന്റെ കാര്യം, ഞാനൊരു കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനാണ്. എന്റെ കാര്യം ഇതാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകളുടെ കാര്യം എന്താകും? അവരൊന്നും ഈ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് പോലെ ഒരു കാര്യത്തിലും തെറ്റുകാരല്ല. ആയിരുന്നു എങ്കിൽ എന്നോ അവരൊക്കെ ജയിലിൽ അടക്കപ്പെടുമായിരുന്നു. ഈ ചാനലുകാരും പത്രക്കാരും നമ്മൾ വിചാരിക്കും, പുകയില്ലാതെ തീയില്ലാതെ പുകയുണ്ടാകുമോ എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറില്ല. കമ്മ്യൂണിസ്റ്റുകാരന്റെ കാര്യത്തിൽ അതൊന്നും ബാധകമല്ല. ഒന്നും. അതല്ലേ എന്റെ കാര്യത്തിൽ ഉണ്ടായത്? ഈത്തപ്പഴത്തിന്റെ കുരു സ്വർണമാക്കി കൊണ്ടുവന്നു എന്നല്ലേ ഇവര് പ്രചരിപ്പിച്ചത്? എന്തൊക്കെ പറഞ്ഞു. എനിക്ക് സത്യത്തിൽ അതൊക്കെ ആലോചിക്കുമ്പോ ചിരിയാണ് വരാറ്. എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? ഇതാണ് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ടുള്ള ഈ നാട്ടിലെ ഏത് പത്രത്തിൻ്റെതാണെങ്കിലും ശരി കള്ളപ്രചാരങ്ങൾ, ഏത് ചാനലുകളുടേതാണെങ്കിലും ശരി തെറ്റായ പ്രചാരവേലകൾ, അതിൽ വിശ്വസിക്കാതിരിക്കുക. പരമാവധി പത്രങ്ങൾ, ഈ ബൂർഷ്വാ പത്രങ്ങൾ, ഈ വലതുപക്ഷ പത്രങ്ങൾ പണം കൊടുത്ത് വാങ്ങി വായിക്കാതിരിക്കുക. ഇപ്പൊ ഓൺലൈനിൽ നമുക്ക് ഏത് സമയത്തും ന്യൂസ് കിട്ടും. വെറുതെ 5 രൂപ 10 രൂപ കൊടുത്ത് ഈ പച്ചക്കള്ളം എന്തിനാണ് ഇങ്ങനെ വായിച്ചു തള്ളുന്നത്? പുസ്തകം വായിക്കൂ. ആ സമയം പുസ്തകം വായിക്കൂ. ഓൺലൈൻ നോക്കൂ നിങ്ങൾ. നമുക്ക് ഓരോ ന്യൂസും അതത് സമയത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ ചാനലുകൾ എന്തിനു കാണണം? ഈ അടിപിടി എന്തിന് നമ്മൾ കേൾക്കണം? അവിടത്തെ ഒക്കെ അവതാരകന്മാര് എഴുന്നള്ളിക്കുന്ന പച്ച നുണകൾ, അതിനൊക്കെ നമ്മൾ എന്തിന് ചെവി കൊടുക്കണം? അതൊക്കെ ഇല്ലാതാക്കിയാൽ തന്നെ എന്തൊരു സമാധാനവും സ്വസ്ഥതയും നമ്മളുടെ മനസ്സിനും നമ്മളുടെ വീട്ടിലും നമ്മളുടെ നാട്ടിലും ഉണ്ടാകും എന്ന് നിങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് ഇവരൊക്കെ, ഈ വലതുപക്ഷ മാധ്യമങ്ങൾ. പണം കൊടുത്താൽ എന്തും അവർ ചെയ്യും. നമ്പി നാരായണൻ പറഞ്ഞില്ലേ, ഒരു കോഴിക്കാലും ഒരു മദ്യക്കുപ്പിയും കൊടുത്താൽ ഏതവനെയും വിലക്കെടുക്കാൻ പറ്റും എന്ന്. നമ്മളത് സ്ഥൈര്യത്തോടുകൂടി പറയണം. എല്ലാരും ഇവരെ പേടിച്ച് ഇങ്ങനെ നിൽക്കും. എന്തെങ്കിലും ഇവര് എഴുതിക്കളയുമോ? ഇവരെഴുതിക്കളഞ്ഞാൽ പുല്ലാണെന്ന് വിശ്വസിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്കേ സാധിക്കൂ. ഇവരുടെ ആരുടെയും താരാട്ടുപാട്ട് കേട്ട് വളർന്നവരല്ല ഈ രാജ്യത്തുള്ള CPIM-ന്റെ നേതാക്കന്മാർ. ഇവരാരും ഊതി വീർപ്പിച്ച ബലൂണുകളായി അന്തരീക്ഷത്തിലേക്ക് പറന്നവരല്ല ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ. അടിയും മിടിയും ഒക്കെ കൊണ്ടാണ് സഖാവ് പിണറായി വിജയനെ പോലെയുള്ള ആളുകൾ. എന്നെങ്കിലും പിണറായിയെ കുറിച്ച് നല്ലത് ഈ നാട്ടിലെ പത്രക്കാർ പറഞ്ഞിട്ടുണ്ടോ? എന്നെങ്കിലും പറയില്ല. കാരണം കമ്മ്യൂണിസ്റ്റുകാർ ഈ നാട്ടിൽ നശിച്ചു പോകണം എന്നവർ താല്പര്യപ്പെടുന്നു, ആഗ്രഹിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാരില്ലാതായാൽ ഈ നാട്ടിൽ മനുഷ്യർക്ക് വേണ്ടി വാദിക്കുന്നവരും പറയുന്നവരും അവരുടെ വംശനാശമാണ് സംഭവിക്കുക.
കമ്മ്യൂണിസ്റ്റുകാരില്ലാതായാൽ മുസ്ലിം മുസ്ലിമിന്റെ കാര്യവും ഹിന്ദു ഹിന്ദുവിന്റെ കാര്യവും ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയുടെ കാര്യവും പറയും. എല്ലാവരുടെയും നീറുന്ന പ്രശ്നങ്ങൾ ഒരുമിച്ച് പറയാൻ മനുഷ്യരില്ലാത്ത കാലം വരും. അത്തരം ഒരു കെട്ടകാലം വരാതിരിക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, CPIM-നെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാ അഭിവാദ്യങ്ങളും നേർന്ന് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.